2015 മോഡലാണ്. ടൊയോട്ട G4 ഇന്റർകൂളർ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 80,000 driven with 68,000 കിലോമീറ്റർ മാത്രമേ വണ്ടി. അത് മാത്രമല്ല, വീണ്ടും ഞാൻ പറയാണ്, ഈ വണ്ടിയും ട്രക്ക് ഇറങ്ങിയതിന് ശേഷം 25,000 രൂപ സർവീസ് അമാന ടൊയോട്ട കോഴിക്കോട് ഞാൻ പറഞ്ഞ ലോ കിലോമീറ്റർ 3 സീരീസ് അല്ലേ? അതെ. ഓക്കെ, അതും GT ആണ് വരുന്നത്. 3 സീരീസിൽ GT അത്യാവശ്യം നല്ല പവർ ലോ കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ കിട്ടാൻ കുറച്ച് പണിയാണ്. അതും അഫോർഡബിൾ റേറ്റിന്. ഇത് എത്ര മോഡല്? ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർ, അഡീഷണൽ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, സെറാമിക് കോട്ടിംഗ്, ഫുൾ ബോഡി പോളിഷ്. ഇതൊക്കെ ഞാൻ വെറും പറയല്ല, പ്രേക്ഷകരോട് ഞാൻ പറയാം, ഇതിന്റെയൊക്കെ ബില്ലുണ്ട്. 3.5 ലക്ഷമൊക്കെ ഒരു ആൾട്ടോന്റെ റേറ്റ് ആവണുള്ളൂ. ഇനിയിപ്പോ റെന്റിന്റെ ടീമാണെങ്കിൽ അവർക്ക് മലയിൽ മീഡിയ ഒരു ലോ കിലോമീറ്റർ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ ഫോർച്യൂണർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, കിയ സെൽറ്റോസ് ഉണ്ട്, BM ഉണ്ട്, തുടങ്ങിയ ഒരുപാടധികം വാഹനങ്ങൾ, ജനപ്രിയ വാഹനങ്ങൾ, ആൾക്കാർക്ക് ആവശ്യമുള്ള വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത്. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയ വണ്ടികൾ മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഫോർച്യൂണർ ഒക്കെ നോക്ക്, നല്ല മിൻറ്റ് കണ്ടീഷൻ വണ്ടി. ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത് അതേ കണ്ടീഷൻ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15 മോഡൽ വണ്ടി എവിടുന്നേലും കിട്ടുമോ? ഡീറ്റെയിൽ അറിയണമെങ്കിൽ അവസാനം വരെ കണ്ടോളൂ. കിയ സെൽറ്റോസ് ഡീസൽ ആവറേജ് 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വണ്ടി. IMT വേരിയന്റ് ആണ്. ഇനി ക്ലച്ച് ചവിട്ടാൻ മടിയുള്ളവർക്ക്, അതുപോലെ തന്നെ ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം. മാത്രമല്ല BM-ന്റെ 3 സീരീസിന്റെ GT ട്ടോ, കൂടാതെ ക്രിസ്റ്റ, ഇന്നോവ തുടങ്ങിയ ഒരുപാട് വാഹനം നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു വാഹനം കുറച്ച് ഓടിയ വണ്ടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് 2008 മോഡലാണ്. അപ്പോൾ കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി പറയില്ല. പക്ഷേ റേറ്റ് 3.5 ലക്ഷം റുപ്യക്ക് ഒരു ആൾട്ടോന്റെ വിലക്കൊക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത് അമൻ ബ്രോ ആണ്. ഈ വാഹനങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ച മൂപ്പരാണ്. ബ്രോ, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക്സ് ബ്രദർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെ പോണ്? അൽഹംദുലില്ലാ, റാഹത്താണ്. ഓക്കെ, നമ്മളീ ഒരു ഷോറൂമിൽ ഏകദേശം എത്ര വാഹനങ്ങൾ അവൈലബിൾ ആണ്? നമുക്ക് അറ്റ് ദ ടൈം 10 കൂടുതൽ വണ്ടികൾ ഉണ്ടാവും. പക്ഷെ ഈ 10 കൂടുതൽ വണ്ടികൾ ഞാൻ നിങ്ങളെ ഓഡിയൻസിന് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. സർവീസ് റെക്കോർഡ്, അതേമാതിരി ഡൽഹിയിൽ പോയിട്ട് അവിടെ സ്കാനിങ് PDI. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കസ്റ്റമർ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യും, പല പ്രമുഖ PDI ഏജൻസികളെ ഏൽപ്പിക്കും. അത് ഏൽപ്പിച്ചിട്ട് അതിന്റെ റെക്കോർഡ് ഓക്കെ ആണ്, അവിടുന്ന് പരിശോധിച്ചിട്ട് മാത്രമാണ് വണ്ടികൾ ഇവിടെ ട്രക്ക് കയറാം. പിന്നെ ടൊയോട്ട വണ്ടികളാണ് മേജർ ഫോക്കസ് ചെയ്യണത്. ടൊയോട്ട വണ്ടികളിൽ വണ്ടി ട്രക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോണത് ടൊയോട്ട സർവീസ് സെന്ററിലേക്കാണ്. നമ്മളെ അടുത്തുള്ള എല്ലാ വണ്ടികളും. പുറത്തത്തെ ഒരു വർക്ക്ഷോപ്പിന് ഒരു പണിയോ തട്ടോ മുട്ടോ റിപ്പയർ ആക്കാം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അത് ഞാൻ വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. എല്ലാ വണ്ടിക്കും വിത്ത് പ്രൂഫ് പറയാനുള്ള കാരണം, ട്രക്ക് ഇറങ്ങിയപ്പോൾ ടൊയോട്ടന്റെ സർവീസ് സെന്ററിൽ ഇല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും ഈ വണ്ടികൾ കയറില്ല. അതിന്റെ ബില്ല് വണ്ടീന്റെ ഉള്ളിലുണ്ട്, ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചു തരാം. മാത്രല്ല, നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ടൊയോട്ടന്റെ വണ്ടിയാണെങ്കിൽ അതിന്റെ ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. കിയന്റെ ആണ്, എങ്ങനെ വേണേലും അതിനുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ടൊയോട്ടന്റെ ഷോറൂം പോവാ. നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, PDI ചെയ്യുന്ന കുറെ പ്രമുഖ ഏജൻസികളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാരും പറയുന്ന സുരേഷ് ഡ്രൈവ്, പുള്ളിനെ വിളിക്കുക, വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കുക. പുള്ളി നമ്മളെ കുറച്ച് വണ്ടികൾ കസ്റ്റമർ ക്വാളിറ്റി വണ്ടികൾ മാത്രം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഹൈലൈറ്റ്. ഓക്കെ, മാത്രല്ല 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയ വണ്ടികൾ അല്ലേ? അത് പ്രിഫറൻസ് എന്താ വെച്ചാൽ, ഇത്രയും പൈസ ഒരാളൊരു വണ്ടി എടുക്കുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഡിപ്രീസിയേഷൻ പറഞ്ഞൊരു ടേം ഉണ്ട്. എല്ലാ വണ്ടിയും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വിലക്ക് പോകണമെന്നില്ല. ഓട്ടം കുറഞ്ഞ വണ്ടി 1 ലക്ഷത്തിനടിയിൽ ഇപ്പം ഈ വണ്ടി മേടിക്കുന്ന പ്രേക്ഷകർ ഒരു 60,000 ഓടിയ വണ്ടി എടുക്കാണ്, അവരൊരു 40,000 ഓടിച്ച് എന്തായാലും ജീവിതകാലം ഒരേ ക്രിസ്റ്റ വെച്ച് നടക്കൂലോ, വണ്ടി മാറും. അപ്പൊ അത് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാവും. മാർക്കറ്റിലുള്ള വേറെ വണ്ടി വെച്ച് നോക്കുമ്പോൾ മേടിക്കുന്ന ഏറ്റവും നല്ലത് 1 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികൾ എടുക്കുന്നതാണ്. മാത്രമല്ല, അത് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അമൻ ബ്രോ, നമ്മൾ ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ, ഈ ഒരു കിടക്കാച്ചി ഐറ്റംസ് എവിടെയാണ് കിടക്കുന്നത്? ഇത് കോഴിക്കോടാണ് കിടക്കുന്നത്. കോഴിക്കോട് കാർപ്പറമ്പ് ഈ വാഷ് ക്ലബ്ബ് കാണാം. വാഷ് ക്ലബ്ബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കണ്ണൂരിൽ നിന്ന് വരുന്ന ടീമാണെങ്കിലും അവർക്കും എളുപ്പമാണ്. ഇപ്പൊ അത് മാത്രല്ല, വണ്ടി ഇവിടുന്ന് മേടിക്കുക, ഇവിടെ നമ്മളെ സ്ഥാപനം തന്നെയാണ്. ഇവിടുന്ന് വണ്ടി കേകി ഡെലിവറി എടുത്ത് നേരെ പുതിയ വണ്ടി കൊണ്ട് ഡെലിവറി ആയിട്ടാണ് പോകുക. എല്ലാവരും തന്നെ ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. കാരണം ടൊയോട്ടന്റെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ സുഹൃത്തുക്കൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗടിപ്പിക്കാതെ ഓരോ വണ്ടികളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫോർച്യൂണർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ. ഈ ഒരു വണ്ടി എടുക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ,
ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓടും വണ്ടി. എത്ര കിലോമീറ്റർ ഓടും, അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്, എത്ര ഓടിയാലും നോ പ്രോബ്ലം ആണ്. പക്ഷെ ലോ കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ കിട്ടാൻ കുറച്ച് പണിയാണ്, അതും അഫോർഡബിൾ റേറ്റിന്. ഇത് എത്ര മോഡല്? ഇത് 2015 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, രജിസ്ട്രേഷൻ UP വരുന്നത്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് കമ്പനിയിൽ നിന്നാണ്. സിംഗിൾ ഓണർ ആയി വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഈ വരുന്ന ഡിസംബർ വരെ. 84,000 ഞാൻ ഈ വണ്ടി എടുത്തത്, പേഴ്സണലി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തൊരു വണ്ടിയാണ്. ഇപ്പൊ 89,000 ഓടിക്കണം വണ്ടി. 84,000 ട്രക്ക് ഇറങ്ങിയപ്പാട് ഞാൻ പറയുന്ന മാതിരി ടൊയോട്ടനെ ഓത്തറൈസ് സർവീസ് സെന്ററിൽ കയറി ജനറൽ സർവീസ് കഴിഞ്ഞ് ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഷൂ, ബ്രേക്ക് ലൈനർ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അത് കൂടാണ്ട് ഈ വണ്ടിക്ക് ഞാൻ പെയിന്റ് കറക്ഷൻ ചെയ്തിരിക്കണേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൽഹിയിൽ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വണ്ടികളെ ക്വാളിറ്റി മനസ്സിലാവും. ഒരു ഓളയിലോ ഊബറിലോ കയറി നിങ്ങൾ ഒരു വണ്ടി കാണാൻ പോകുമ്പോൾ ചുറ്റിലുള്ള വണ്ടികൾ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഹീറ്റിന്റെ കാര്യം, പെയിന്റ് ഡാമേജ് ആവും. അപ്പൊ ഇതിന് ഞാൻ പെയിന്റ് കറക്ഷൻ ചെയ്തിരിക്കണ്, സിറാമിക് ചെയ്തിരിക്കണ്. അത് കൂടാണ്ട് അണ്ടർ ബോഡി റസ്റ്റ് പ്രിവെൻഷൻ കോട്ടും ചെയ്തിരിക്കണം. 89,000 വിത്ത് സർവീസ് റെക്കോർഡ്. ഈ വണ്ടി ഡ്രിവൻ ആണ്, ഓണർഷിപ്പ് സിംഗിൾ ആണ്, ഇൻഷുറൻസ് പുതിയതാണ്. എവിടെ കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യിപ്പിക്കുക, ടൊയോട്ടയുടെ ഹിസ്റ്ററി വെരിഫൈ. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ടയർ ഏകദേശം എത്ര ശതമാനം? ടയർ നമുക്ക് എല്ലാ വണ്ടിക്കും അബൌവ് 60-65% ആവറേജ് ടയർസ് എല്ലാ വണ്ടിക്കും. ടൂ വീൽ ഓട്ടോമാറ്റിക് ഒരു 10-12 ലെവലിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ 13,30,000 13,30,000 ആണ്. ഓൺ ടേബിൾ ക്യാഷ് ആയിട്ട് വരാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് 1,00,000 ഈ വണ്ടി ഓടിയിട്ടില്ല. അതാണ് ഹൈലൈറ്റ്. കാരണം 1,00,000 മുകളിൽ ഓടിയ വണ്ടിന്റെ പ്രൈസ് ആണ് ഇപ്പൊ ചോദിക്കുന്നത്. പക്ഷേ നല്ലൊരു ഡീലാണ്. അപ്പൊ ആരെങ്കിലും ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ, ഇതൊന്നും അധികം നിൽക്കൂല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിയയിലേക്ക് അടക്കാം. ഒരു ലോ കിലോമീറ്റർ ഓടിയ കിയ സെൽറ്റോസ് അല്ലെ. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ക്ലച്ച് ചവിട്ടാൻ, അതുപോലെ തന്നെ ലേഡീസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബ്ലോക്കിലൊക്കെ ഇപ്പൊ ഈ സിറ്റിയിലൊക്കെ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡീസൽ. വെറും 43,000 കിലോമീറ്റർ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഇത് IMT ആണ് വരുന്നത്. കിയ സെൽറ്റോസ് 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരള, ഫാൻസി നമ്പർ. പുതിയ വണ്ടിക്ക് ഇന്നത്തെ ഡേറ്റിൽ 15,60,000 രൂപ വില വരുന്നുണ്ട്. അഡീഷണൽ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, സിറാമിക് കോട്ടിംഗ്, ഫുൾ ബോഡി പോളിഷ്. ഇതൊക്കെ ഞാൻ വെറും പറയല്ല, പ്രേക്ഷകരോട് ഞാൻ പറയാം. ഇതിന്റെയൊക്കെ ബില്ലുണ്ട്. ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3,50,000 രൂപ ഈ വണ്ടിയിൽ പണിയെടുത്തതിന്റെ ബില്ലുണ്ട് അഡീഷണൽ. കാരണം ആംബിയന്റ് ലൈറ്റിംഗ്, 360 ഡിഗ്രി ക്യാമറ, സൗണ്ട് സിസ്റ്റം, അടിപൊളി അലോയ് വീൽസ്. അതെ, ബില്ല് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒട്ടുമിക്ക എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാഹനം 15. വേറൊരു കാര്യം മനസ്സിലായി, ഈ വണ്ടി വാറണ്ടിയുള്ള വണ്ടിയാണ്. ഇനി അങ്ങോട്ടേക്ക് 3 വർഷം ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. ഈ 3,50,000 രൂപ കണക്ക് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കും തള്ളി വിട്ടതാണോ, അതൊന്നും ഉണ്ടാവില്ല, പുറത്തുനിന്ന് കുറഞ്ഞ വിലക്ക് ചെയ്തിട്ടാ. പക്ഷെ ബില്ലുണ്ട്, ബില്ല് വെരിഫൈ ചെയ്യുക. സിറാമിക് കോട്ടിംഗ്, 360 ഡിഗ്രി ക്യാമറ, ആംബിയന്റ് ലൈറ്റിംഗ്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ട് ക്വാളിറ്റി സാധനം ചെയ്ത്. ഒരു ചാത്തം പണി അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 2 മാസം കഴിഞ്ഞാൽ വണ്ടി പണിയായി, ക്യാമറ വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉള്ള സാധനം നമ്മൾ എടുക്കില്ല. അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് ഏകദേശം 15 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. 15-60 വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ എത്ര കൊടുക്കും? 13.5 ഫൈനൽ വണ്ടി കൊടുക്കാം. ലാസ്റ്റ് 13.5 ക്യാഷ് ആയിട്ട്, റെഡി ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതായിട്ട് ഒരു ടീം വരാണെങ്കിൽ അത്രയും നല്ലത്. ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുത്തൂടെ? ലോൺ ഇനി ലോൺ ഇല്ലാണ്ട് ടെൻഷൻ ആവണ്ട. നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇവിടെ ലോൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ ബാക്കിയുള്ള വണ്ടിക്കൊക്കെ നമ്പർ ആയതിനു ശേഷം മാത്രമേ ലോൺ ആവും. അടുത്തായിട്ട് നമുക്ക് നമ്മളാ പറഞ്ഞ ലോ കിലോമീറ്റർ 3 സീരീസ് അല്ലേ? ഓക്കെ, അതും GT ആണ് വരുന്നത്. 3 സീരീസിൽ GT അത്യാവശ്യം നല്ല പവർഫുള്ളും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വണ്ടിയാണ്. 2015 മോഡലാണ്. 15 മോഡൽ. ഈ വണ്ടിയും ഞാൻ പറഞ്ഞ മാതിരി സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഇപ്പൊ 73,000 വണ്ടി ഓടിക്കണേ. ജെന്യുവിൻ ഹിസ്റ്ററി ഞാൻ പറഞ്ഞ മാതിരി അവിടുന്ന് ചെക്ക് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്ത് ആ സ്കാനിങ് റിപ്പോർട്ട് കമ്പനി റിപ്പോർട്ടായിട്ട് മാച്ച് ചെയ്യും. അതെങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പണി എടുത്തിക്കണം, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറിക്കണം. ഓക്കെ ആണെങ്കിൽ മാത്രമാണ് വണ്ടി ട്രക്ക് കയറാം. കാരണം പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാരും കച്ചവടം ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വണ്ടികൾ ഇവിടെ വരിക. റെഡി ക്യാഷ് കൊടുത്താലേ വരുള്ളൂ. അപ്പൊ നമ്മളെ പൈസ ഒരിക്കലും ഒരു മോശം സാധനം എടുത്തിട്ട് വെള്ളത്തിലാക്കാൻ നമുക്ക് അതിന് മാത്രമുള്ള പൈസക്കാരും അല്ല നമ്മള്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അധികം
ഫീച്ചേഴ്സ് അന്ന് തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫ്രെയിംലെസ് ഡോറുകൾ കാര്യങ്ങൾ ഒരു സ്പോർട്ടി ടൈപ്പ് വാഹനമാണ്. അപ്പൊ ഈ ഒരു മോഡലിന് നമ്മൾ ഇപ്പോ എത്രയാണ് ആസ്ക് ചെയ്യണത്? നമുക്ക് ഇതൊരു 14 ലക്ഷം ഉണ്ടെങ്കിൽ NOC കൊടുക്കാം, ഒരു ക്രിസ്റ്റന്റെ വിലക്ക്. ഇനിയിപ്പോ ചിലവർ പറയും റേറ്റ് കൂടുതലാണ്. ഞാൻ അവരോട് ഒരു കാര്യം പറയാം, സിംഗിൾ ഓണർ വണ്ടിയാണ്, 80,000 അടിയിലാണ് ഓട്ടം, 80,000 താഴെ ഓട്ടം. ഇതില് സിറാമിക് കോട്ടിങ്, 4 പുതിയ ടയർ, ബില്ലുണ്ട്, വെറുതെ വാക്കിൽ പറയല്ല, ബില്ലുണ്ട്. ബില്ല് കാണിച്ചു കൊടുത്തിട്ട് കസ്റ്റമർ ഓക്കെ ആണ് എന്നിട്ട് മാത്രം ഓടിയാൽ മതി. പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് വരുന്ന ആൾക്കാർ അവരോട് ഒരു കാര്യമുള്ളൂ പറയാന്, മിനിമം ഒരു 10 കിലോമീറ്റർ നിങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കുക. നമ്മളെ ആൾക്കാരിന്റെ ചെക്കന്മാരുണ്ടാവും, ഒരു 10 കിലോമീറ്റർ നിങ്ങൾ ഈ സിറ്റി കൂടെ വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തേ പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഇത് എന്തേ പ്രശ്നം ഇല്ലേന്ന്. അപ്പം അതൊക്കെ ചെയ്ത് അതിന്റെ മാത്രം പൈസയുടെ കാര്യത്തിൽ കൊണ്ടോയിക്കോട്ടെ. കസ്റ്റമർ വരാണെങ്കിൽ അവർ ഇവിടെ വരുന്നതിന് മുമ്പേ എല്ലാ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി, RCയും കാര്യങ്ങളും വിട്ട് കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ടേ വന്നാൽ മതി. തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുത്തൂടെ? ഡെഫിനറ്റ്ലി ചെയ്ത് കൊടുക്കാം. കച്ചവടം നടക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ക്രിസ്റ്റ അല്ലേ, അത് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഒരു ഹൈലൈറ്റ് ആണ്. ഓക്കെ. ഈ വണ്ടി സെക്കൻഡ് ഓണറാ. അതെ, സെക്കൻഡ് ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ടു പേഴ്സണലിലേക്കാ പോയത്. കമ്പനി ഡയറക്റ്റ് പേഴ്സണലിലേക്കാ പോയത്. സെക്കൻഡ് ഓണർ ആയി വണ്ടിക്ക് ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നില്ല. ഗ്ലാസിന്റെ എല്ലാ കോഡും നോക്കാം. സാധാരണ ക്രിസ്റ്റകൾക്ക് മെയിൻ ഗ്ലാസോ സൈഡ് ഗ്ലാസോ കുറെ വണ്ടികൾ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പം 68,700 ഈ വണ്ടി വിത്ത് സർവീസ് റെക്കോർഡ് ഓടിക്കണ്. ഗ്യാരണ്ടി വാറന്റി ഒക്കെ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 68,000 കിലോമീറ്റർ മാത്രമേ വണ്ടി. അത് മാത്രമല്ല, വീണ്ടും ഞാൻ പറയാണ്, ഈ വണ്ടിയും ട്രക്ക് ഇറങ്ങിയതിന് ശേഷം 25,000 രൂപ സർവീസ് അമാന ടൊയോട്ട കോഴിക്കോട് നിന്ന് ഞാൻ ചെയ്തതാണ്. നീ എടുക്കുന്ന ആൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. വരാ PDI ചെയ്യാ, വണ്ടി ഓക്കെ. എല്ലാ വണ്ടീനുള്ളിൽ ബില്ലും കിടക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓട്ടോമാറ്റിക് ആണ്, 2.8 അത്യാവശ്യം മൈലേജ് ഒരു 10-12 പ്രതീക്ഷിക്കാം. കാരണം ഓട്ടോമാറ്റിക് ആണ്, 2.8 ആണ്, പവർ ഉണ്ടാവും. നീ സെക്കൻഡ് ഓണർ ആണെന്ന് വിചാരിച്ചിട്ട് ഓഡിയൻസ് ചിന്തിക്കുന്നത് മീറ്റർ ബാക്ക് ആണോ? എപ്പോഴും പറയാം, മീറ്റർ ബാക്ക് തിരിച്ചിലോ മറിച്ചിലോ ഒന്നുമില്ല. ഞാൻ ഡൽഹിയിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവിടുത്തെ വൈബ് എന്താണ്, അവിടുത്തെ ഒരു മാർക്കറ്റ് എന്താ നമുക്കറിയാം. 68,700 കമ്പനി സർവീസ് റെക്കോർഡ്. ടൊയോട്ട iConnect ആപ്പിനെ പറ്റി പൊതുവെ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവില്ല. അത് ടൊയോട്ട വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്ക് വണ്ടീനെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടി എപ്പം സർവീസ് സെന്റർ കയറിക്കണ് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അത് ഇതിന് ഓണറും പിന്നെ ഒരു ഡീലർ വണ്ടി ഇവിടെ ഇറക്കിയിട്ട് ടൊയോട്ടന്റെ സർവീസ് സെന്ററിൽ കൊടുക്കാണ്. അപ്പോൾ നിങ്ങളൊരു ഡീലറാ, നിങ്ങളെ നമ്പറിലേക്ക് വണ്ടി കൊടുക്കാം. ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഈ വണ്ടീനെ അല്ല ഇതിൽ എന്തേ പണി ഉണ്ടോ ഇല്ലേ മനസ്സിലാവും. ഒരു ഗ്ലാസ് റീപ്ലേസ് അല്ല, ഒരു ഡോർ റീപ്ലേസ് അല്ല, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഞാൻ പറയട്ടെ, ഈ ഒരു ലോ കിലോമീറ്റർ കാരണം റേറ്റിൽ എന്തെങ്കിലും കൂടുതലോ ഇത് വരാൻ ഡൽഹിയിൽ നല്ല വണ്ടികൾക്ക് അനുസരിച്ച് എപ്പോഴും നല്ല വില ഉണ്ട്. പ്രത്യേകിച്ച് നോ റീപ്ലേസ്മെന്റ് വണ്ടികൾക്ക്. ഡൽഹിയിൽ എവിടെ നിന്ന് കുറെ ആൾക്കാർ ഡൽഹി പോകും, 3-4 ആൾക്കാരായിട്ട് വണ്ടി കൂട്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകും. പക്ഷെ അത് എത്ര ചെലവാ വരുന്നെന്ന് തീർച്ചയായിട്ടും അവർക്കറിയാം. ഇത് സീറോ റീപ്ലേസ്മെന്റ് ഇത് ലാസ്റ്റ് 15,000 കൊടുക്കാം. 15,000 നെഗോഷ്യബിൾ ആണ്. NOC 2017 മോഡൽ കൺട്രോൾ വരുന്ന ഓപ്ഷൻ 15,000. കാരണം എന്താ വെച്ചാൽ 18 ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റ് ആട്ടോ, മാന്യമായ റേറ്റ് തന്നെയാണ്. ഓവർ പ്രൈസ് ഒന്നും പറയാനുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ഇന്നോവ അല്ലെ, അതും മോഡൽ കൂടിയ ഒരു 2015. ഇപ്പൊ ഒരു മോഡൽ കൂടിയ ഇന്നോവ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് 15 മോഡലൊക്കെ. കാരണം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽ എങ്ങനെയാണ്? 2015 മോഡലാണ്. ടൊയോട്ട G4 ഇന്റർകൂളർ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ക്രിസ്റ്റീൻ സെക്കൻഡ് ഓണർ ആണ്, ഇത് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 80,000 driven with service record. സർവീസ് റെക്കോർഡ് കൊണ്ടാണ് ഈ വണ്ടി ഓടിയത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യുക. അധികം ഓടിയ വണ്ടികൾക്ക് ഡൽഹിത്തെ ഹീറ്റ് വെച്ചിട്ട് ഇന്റീരിയറിൽ ഡാഷ് ബോർഡൊക്കെ നമുക്ക് ഒരു മുശ്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വാഹനത്തിന് നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നെ ഒന്ന് കണ്ടു നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡൽഹിയിലൊക്കെ ഓടിച്ചടച്ച വണ്ടിയാണ്. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു ഇന്റീരിയർ. 8 സീറ്റ് ആണ് വാഹനം വരുന്നത്. ഒരുപാട് പേർക്ക് 8 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. 2.4 G4 അതിൽ തന്നെ ഒരു ഒട്ടുമിക്ക ചെറിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാഹനം
ഈ ലോ കിലോമീറ്റർ വാഹനം നമ്മൾക്ക് എത്ര രൂപക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഒരു 8-10 ഉണ്ടെങ്കിൽ NOC കൊടുക്കാം. ആ 8-10 ചോദിക്കാനുള്ള കാരണം കൂടി പറഞ്ഞുതരാം. 1 ലക്ഷത്തിന് അടിയിലാണ് ഓടിയത്. വണ്ടി മീറ്റർ ബാക്കോ കാര്യങ്ങളൊന്നുമില്ല. വന്ന് ഓടിച്ച ഒരാൾക്ക് മനസ്സിലാക്കും വണ്ടി എത്ര ഓടിക്കണമെന്ന്. ഒരു 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇന്നോവയും ഒരു 80,000 ഓടിയ ഇന്നോവയും തമ്മിൽ നമുക്ക് വ്യത്യാസം ഓടിക്കുമ്പോൾ ടൊയോട്ട വണ്ടികൾ ഓടിച്ച് പരിചയമുള്ള ആൾക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എഞ്ചിൻ റൂം നോക്കിയാൽ തന്നെ മതി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വരിക ചെക്ക് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ലോൺ കിട്ടണമെങ്കിൽ കേരളത്തിലേക്ക് നമ്പർ ആയതിനു ശേഷം ലോൺ കിട്ടും. വേണ്ട, കേരള ആക്കാണ്ട് ഞാൻ ലോൺ കൊടുക്കും. അങ്ങനെ ചെയ്യാം. ബാങ്കിന്റെ ആൾക്കാർക്ക് ടൈപ്പ് ഉണ്ട്. കേരള ആക്കാണ്ട് ലോൺ എടുക്കാൻ പറ്റും. നല്ല ട്രാക്കിലെ ടീം ആവണം. സിബിൽ സ്കോർ നല്ലതാവണം. നിങ്ങൾ ഡൗൺ പേയ്മെന്റും പിന്നെ ഇതിന്റെ ടാക്സിന്റെ പൈസ കണ്ടുവച്ചാൽ മതി. ബാക്കി ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ലോൺ കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ആൾട്ടോ ഒക്കെ സ്വന്താക്കുന്ന പൈസക്ക് ഇന്നോവ എന്നുള്ളൊരു സ്വപ്നം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഡീറ്റെയിൽ എങ്ങനെ 2008 മോഡല്. ഓക്കെ, ഇപ്പൊ ഡോർ നോക്കുകയാണെങ്കിൽ ഇതാ 8 ഗ്ലാസ് കോഡ് ഒക്കെ 8 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2008 വണ്ടിയാണ്. ഓണർഷിപ്പ് 4 പക്ഷെ ഞാൻ വിലയിൽ ചെയ്തെടുക്കും. 3.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാ. ഇത് നമ്പർ ആക്കാനോ? ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു തനിമ ഉണ്ടാവും. നല്ല കുഴപ്പമില്ലാത്ത റേറ്റ്. കാരണം 3.5 ലക്ഷമൊക്കെ ഒരു ആൾട്ടോയുടെ റേറ്റ് ആവണുള്ളൂ. ഇനിയിപ്പോ റെന്റിന്റെ ടീമാണെങ്കിൽ അവർക്കും കൊണ്ടുപോവാ. അത് മാത്രമല്ല ഒരു കൊല്ലം ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർക്ക് വില കിട്ടും. ഓവർ ഡിപ്രീസിയേഷൻ വരൂല. ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു 10,000 രൂപ സർവീസ് 6 മാസം ചെയ്യുമ്പോൾ കൂടി വെച്ചാൽ മതി. ഒരു വണ്ടിയായി. 8 ആൾക്കാർക്ക് ഇരിക്കുക. 7 സീറ്റാണ്. സുഖമായിട്ട് യാത്ര ചെയ്തൂടെ? ഈ ലാസ്റ്റ് ഈ പ്രൈസിന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുത്തൂടെ? ആള് വരട്ടെ, ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വരട്ടെ, പൈസ മുമ്പിൽ വെക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് വണ്ടികളൊക്കെ? അടിപൊളി. നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ, ഇങ്ങനത്തെ വണ്ടികൾ കിട്ടാൻ തന്നെ വളരെ പാടാണ്. നമ്മളെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടി, 2 ലക്ഷം ഓടിയത്, അങ്ങനെ വണ്ടികളായിരിക്കും നമ്മൾ 90% കാണിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കൊരു അഭിമാനം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇത്രയും ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ നമ്മൾ ചാനലിൽ കാണിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഫോക്കസ് 1 ലക്ഷത്തിന്റെ അടിയിൽ ഓടിയ വണ്ടികൾ മാത്രമാണ്. മാത്രമല്ല ഇനിയിപ്പോ ലോൺ വേണ്ടവർക്ക് ഇപ്പൊ നമ്പർ ആവാതെ തന്നെ നമുക്ക് UP നമ്പറിലൊക്കെ വേണമെങ്കിൽ ലോൺ ആക്കി തരും ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേരള ആക്കേണ്ട ആവശ്യമില്ല. ഡൗൺ പേയ്മെന്റ് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ ആയിട്ട് വരാം. പിന്നെ ടാക്സ് അടിക്കാനുള്ള പൈസയും കണ്ടുവെക്കാം. ബാക്കി എമൗണ്ട് ഞാൻ ലോൺ ഇട്ടുതരും. അത് ചാപ്പൻ ലോൺ അല്ലെങ്കിൽ ബ്ലേഡ് ലോൺ ഒന്നല്ല, പലിശ കൂടി ലോൺ ഒന്നല്ല, നോർമലി സെൻട്രലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ ഇട്ടുതരും. ബാങ്കിന്റെ ആൾക്കാർ നമ്മളെടുത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്, പിന്നെ ടാക്സിന്റെ പൈസ ടാക്സ് അടിച്ചാൽ മാത്രമാണ് ബാങ്ക് എനിക്ക് പൈസ തരാം. അപ്പൊ അതും കണ്ടുവെക്കാം. അല്ലാണ്ട് ഇത് കേരള ആക്കി നിങ്ങൾക്ക് ലോൺ ആക്കി തരണം അങ്ങനത്തെ ഒരു തലവേദന. തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു കിടക്കാച്ചി ലോ കിലോമീറ്റർ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.